ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 4 ഓഫ് N8N സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബേസിക്കായിട്ട് എങ്ങനെ ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള വർക്ക് ഫ്ലോ. ഇത് വളരെ സിമ്പിളാണ്, ആകെ 5 സ്റ്റെപ്സേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഡാറ്റയാണ് സ്ക്രേപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഗൂഗിൾ സെർച്ച് സ്ക്രേപ്പർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗൂഗിൾ സെർച്ചിൽ വരുന്ന റിസൾട്ട്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മുടെ ഡാറ്റ നമ്മുടെ ഷീറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫോം സബ്മിഷനിലൂടെയാണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ എല്ലാ വർക്ക് ഫ്ലോയിലും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ട്രിഗർ വേണമെന്ന്. അപ്പോൾ ഒരു N8Nൽ നമുക്കൊരു ഫോം അവൈലബിൾ ആണ്. അതായത് നമ്മളൊരു ഫോം ഓപ്പൺ ആയി വരും, അവിടെ നമ്മൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഓരോ നോഡിൻ്റെ ഉള്ളിലേക്കും പോവാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വർക്ക് ഫ്ലോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫോം ഓപ്പൺ ആയി വരും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്ന്, ഹു ആർ യു ലുക്കിംഗ് ഫോർ, 2 ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ടൈപ്പ് എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് നീഷാണെന്നുള്ളതോ എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സലോൺ ടൈപ്പ് ചെയ്തു. നമ്മുടെ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കൊച്ചി ടൈപ്പ് ചെയ്തു. ഓക്കെ, ഒരു എക്സാമ്പിളിന് വേണ്ടി. അപ്പോൾ നമ്മൾ നോക്കുന്നത് കൊച്ചിയിലത്തെ സലോൺസിനെയാണ് ഇൻസ്റ്റഗ്രാമിൽ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് ചെയ്തു. ഈ സബ്മിഷൻ നമ്മുടെ ഇവിടെ ഫീഡായി. എന്നിട്ട് നമ്മളിവിടെ ഒരു ടൂൾ ഫങ്ഷനാലിറ്റി ഓൺ ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആപ്പിഫൈ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ വർക്ക് ഫ്ലോന് ശേഷം. അപ്പോൾ അതിനുശേഷം നമ്മുടെ വെയിറ്റ് നോഡിലോട്ട് പോയി. വെയിറ്റ് നോഡ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടൈമർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആവാൻ, അതായത് അതൊന്ന് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട്, അവിടെ ജാം ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഇന്നലെ കണ്ട കോഡ് നോഡ് അവിടെ പോയി നമ്മുടെ ഡാറ്റ റീസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മുടെ ഷീറ്റിൽ സേവ് ആയി. അപ്പോൾ നമ്മളെ ഷീറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ലീഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലീഡ്സ് എല്ലാം കൊച്ചിയിലത്തെ സലോൺസ് ആണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് കൊച്ചിയിലത്തെ കണ്ടോ, കൊച്ചി ബ്യൂട്ടി സലോൺ. എല്ലാ ലീഡ്സും അതുപോലെയാണ്. അപ്പോൾ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു വർക്ക് ഫ്ലോ ആണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ 3 ദിവസം പോലത്തെ AI ഏജൻറ്റ് ഉപയോഗിക്കുന്നില്ല. ഇതിൽ നമ്മൾക്ക് AI വെച്ചിട്ടൊന്നും ചെയ്യണില്ല. ഇത് നമ്മൾ ജസ്റ്റ് കുറച്ച് ടൂൾസ് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫോം മാറ്റിയിട്ട് നമുക്കൊരു ടെലഗ്രാം വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഒരു മെസ്സേജ് അയച്ചാൽ നമ്മളുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ്സ്, ഇവിടെ ഞാൻ എയർ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് ഇന്നലെ ചെയ്ത പോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സ് വേണേൽ അതിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് എയർ ടേബിളിൽ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഡാറ്റ പോകും. ഇനിയിപ്പോൾ മെയിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം നമ്മുടെ ആ ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ജസ്റ്റ് ഓട്ടോമേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ മാനുവലി ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്ത് മാനുവലി ഓരോ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ മെസ്സേജിൽ നമ്മുടെ ആ ഒരു വർക്ക് ഫ്ലോ ഒരു മാക്സിമം 5 സെക്കൻഡ് 6 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാറ്റ ഇതേപോലെ ഒരു സ്ട്രക്ചർഡ് ആയിട്ട് കിട്ടും. നമ്മുടെ ഫോളോവേഴ്സ് കൗണ്ട്, ഡിസ്ക്രിപ്ഷൻ, ഇൻസ്റ്റഗ്രാം URL എല്ലാം കറക്റ്റായിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം മാത്രമല്ല, നമുക്ക് ഫേസ്ബുക്ക് വേണേൽ സ്ക്രേപ്പ് ചെയ്യാം, നമുക്ക് ട്വിറ്റർ വേണേൽ സ്ക്രേപ്പ് ചെയ്യാം, യൂട്യൂബ് വേണേൽ സ്ക്രേപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കോമൺ തീം എന്നുള്ള നിലയ്ക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസാണ് ഇവിടെ സ്ക്രേപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ നോഡിൻ്റെ ഉള്ളിലും എന്തൊക്കെയാണ് നടക്കണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിഗർ വരുന്നത് ഫോം ട്രിഗറാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ന്യൂ ട്രിഗേഴ്സിൽ നമുക്ക് ഫോം സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ ട്രിഗർ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കൺഫിഗറേഷൻസാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു ഫോം ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 എലമെൻറ്റ്സ് ആണ് നമ്മൾ ബേസിക്കായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഹു ആർ യു ലുക്കിംഗ് ഫോർ, അതുപോലെ തന്നെ ലൊക്കേഷൻ. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്തെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ നോഡാണ് ആപ്പിഫൈ നോഡ്. ഇതൊരു കസ്റ്റം ആപ്പാണ്.
അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ N8N ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്, ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ആപ്പിഫൈ. ഈ ഒരു ആപ്പിഫൈ നമുക്ക് ഇവിടെ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. ഇതിന് മുന്നേ കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ ഇതൊരു HTTP നോഡ് വെച്ചിട്ട് വിളിക്കുമായിരുന്നു. ഇപ്പോൾ ഇതിൽ നേറ്റീവ്ലി ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആപ്പിഫൈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്പിഫൈ എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്പിഫൈൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി, അവർക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ആപ്പിഫൈ console.appify.com എന്ന വെബ്സൈറ്റിൽ പോയാൽ നമുക്കിവിടെ താഴെ നോക്കിയാൽ തന്നെ കാണാം, അവർക്ക് ഒരുപാട് സ്ക്രേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാം സ്ക്രേപ്പർ, ഗൂഗിൾ മാപ്സ് സ്ക്രേപ്പർ, ടിക്ടോക്ക് സ്ക്രേപ്പർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ റൺ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് N8N പോലത്തെ പ്ലാറ്റ്ഫോമിൽ കോൾ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ ഡാറ്റ കളക്ട് ചെയ്യാം, ഒരു HTTP റിക്വസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഫ്രീ ആണ്. നമുക്ക് ഒരു മാസം $5 വരെ എല്ലാ മാസവും ഫ്രീ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബേസിക്കലി നമുക്ക് $5 മതി എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യാനും. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനും എല്ലാം $5 ധാരാളമാണ്. കാരണം ഓരോ റണ്ണിനും നമുക്ക് വളരെ വളരെ കുറവ് പൈസ എടുക്കുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ റണ്ണ് ചെയ്ത ആ ഒരു ഫങ്ഷനാലിറ്റിക്ക് ആകെ $0.01 ആയിട്ടുള്ളൂ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ റൺസ്, ഈ ഒരു യൂസേജാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ആകെ $0.01 ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം റൺ ചെയ്താലേ ഈ ഒരു $5 ഫില്ലാവുക എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് എത്ര ലീഡ്സ് വേണേലും കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ക്രേപ്പേഴ്സ് അവൈലബിൾ ആണ്. യൂട്യൂബ് ട്രാൻസ്ക്രിപ്ഷൻ, ട്വിറ്റർ സ്ക്രേപ്പ് ചെയ്യാൻ പറ്റും, വേറെ എന്ത് വേണമെങ്കിലും സ്ക്രേപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ആപ്പിഫൈൻ്റെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു ടൂളാണ്, അതായത് റൺ ആൻ ആക്ടർ ആൻഡ് ഗെറ്റ് ഡാറ്റ സെറ്റ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പോയാലും ഞാൻ കാണിച്ചുതരാം. നമ്മൾ ആ ഒരു ഉപയോഗിച്ച സ്ക്രേപ്പർ ആക്ടർ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ട് ഇവിടെ നമ്മുടെ APIയിൽ ക്ലിക്ക് ചെയ്തിട്ട് API എൻഡ് പോയിന്റ്സ്, ഗെറ്റ് ആക്ടർ സിങ്ക്രണസ്ലി ആൻഡ് ഗെറ്റ് ഡാറ്റ സെറ്റ് ഐറ്റം, ഈ ഒരു ഫങ്ഷനാലിറ്റിയാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ N8N പോയിട്ട് HTTP റിക്വസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഈ ഒരു URL സെക്ഷനിൽ നമ്മൾ ഈ ഒരു URL കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേറ്റീവായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. HTTP നോഡ് നമുക്ക് വരും ദിവസങ്ങളിൽ വേറെ ഫങ്ഷനാലിറ്റീസിൽ നോക്കാം, നേറ്റീവായിട്ട് ഇല്ലാത്ത ടൂൾസിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ക്രെഡൻഷ്യൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആപ്പിഫൈയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് console.appify.com അവിടെ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഈ API ആൻഡ് ഇൻ്റഗ്രേഷൻ, ഇവിടെ നമുക്കൊരു API കീ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, ഈ ഒരു $5 ക്രെഡിറ്റ് പെർ മന്ത് വെച്ചിട്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ, ഇവിടെ API കോപ്പി ചെയ്യുക, സേവ് ചെയ്താൽ നമ്മൾ ആപ്പിഫൈ ആയിട്ട് കണക്റ്റ് ആയി. എന്നിട്ട് നമ്മൾ ആക്ടർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ആക്ടർ ആ ആപ്പിഫൈയിൽ സേവ് ചെയ്തിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്താൽ മതി, ഗൂഗിൾ സെർച്ച് റിസൾട്ട് സ്ക്രേപ്പർ. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു ഓപ്ഷനാണ് ഇവിടെ JSON കൊടുക്കണം. അതായത് നമ്മുടെ ആ ഒരു ആക്ടേഴ്സിന് എന്തൊക്കെ സെറ്റിങ്സ് ആണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടണമെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ആപ്പിഫൈ സൈറ്റിൽ പോയിട്ട് നമ്മുടെ ആക്ടർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ്. അതായത് സെർച്ച് ടേംസ് എന്താണ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് റിസൾട്ട്സ്, ആഡ് ഓൺ, ഗൂഗിൾ AI മോഡ് ആഡ് ചെയ്യണോ, ബിസിനസ് ലീഡ്സ് എൻറിച്ച്മെൻറ്റ്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ചിലത് ഓപ്ഷനിലാണ്, ചിലത് മാൻഡറ്ററി ആണ്. അതായത് സെർച്ച് ടേംസ് എന്തായാലും കൊടുക്കണം, കാരണം നമ്മൾ ഗൂഗിളിൽ എന്താണോ സെർച്ച് ചെയ്യണത് അത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ JSON ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൻ്റെ JSON ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൺഫിഗർ ചെയ്തിട്ട് അതിൻ്റെ JSON എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് N8N പോയിട്ട് അവിടെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് അറിയാൻ ഇത്രയേ ഉള്ളൂ.
നമുക്ക് ഈ ഒരു JSON സ്ക്രിപ്റ്റ് ഇതേ ഫോർമാറ്റിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കണം. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും എവിടെയാണ് ക്വയറീസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വയറീസ് എന്നുള്ള ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ഒരു ക്വയറി സ്ട്രിങ് /ഇട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ ഒരു വേരിയബിൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു നമ്മുടെ ഫോം സബ്മിഷൻ നോഡിൽ നിന്ന് നമുക്ക് 2 വേരിയബിൾസ് കിട്ടിയിട്ടുണ്ട്. ഹു ആർ യു ലുക്കിംഗ് ഫോർ, അതേപോലെ തന്നെ ലൊക്കേഷൻ. അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാം സ്പെസിഫിക് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗൂഗിളിൽ അഡ്വാൻസ് സെർച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. നമുക്ക് site:instagram.com എന്ന് കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റഗ്രാം സൈറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ instagram.com + സലോൺ ആൻഡ് കൊച്ചി എന്നുള്ള ക്വയറീസ് മാത്രമേ നമുക്ക് സെർച്ച് റിസൾട്ട് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ മാത്രം സ്ക്രേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ആക്ടർ നമ്മൾ റൺ ചെയ്യണത് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പിഫൈ ആക്ടർ കുറച്ച് അഡ്വാൻസ് ടൂളാണ്. പക്ഷെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മനസ്സിലാവും. നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്യുന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് പോയാൽ നമുക്ക് ഒരുപാട് ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ്. കാരണം ഞാനിപ്പോൾ ഈ ഒരു ടൂളിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആപ്പിഫൈ സ്റ്റോറിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസിങ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചിലത് പ്രൈസിങ് വളരെ കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം സ്ക്രേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ $2.7 per 1000 റിസൾട്ട്സ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രീ ക്രെഡിറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റയടിക്ക് തീർന്നു പോകും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നോഡ് വരുന്നത് ഒരു വെയിറ്റ് നോഡാണ്. ഇത് നമ്മൾ ഒരു വർക്ക് ഫ്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നോഡാണ്. ഇവിടെ ഒരു വേറെ ഫങ്ഷനാലിറ്റി ഒന്നുമില്ല. അതായത് ഒരു 10 സെക്കൻഡ് മുന്നോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിഫൈ ആക്ടർ റണ്ണായി അവിടെ നിന്ന് തിരിച്ച് ഔട്ട്പുട്ട് വരണ്ടേ. അപ്പോൾ അത് നമ്മൾ ഇവിടെ വർക്ക് ഫ്ലോ എറർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വെയിറ്റ് നോഡ് കൊടുക്കണമെന്നുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു എസ്റ്റിമേറ്റഡ് ടൈമാണ് ആക്ടർ റൺ ചെയ്യാനുള്ളത്. അതിന് ശേഷം നമ്മുടെ ഒരു മെയിൻ നോഡാണ് കോഡ്. അതായത് ഇവിടെ നമ്മൾ ഇന്നലെ ജസ്റ്റ് കണ്ടിരുന്നു. അത് ഒന്നും കൂടി ഇത് വേറെ രീതിയിലാണ്. അതായത് ഇത് നമ്മുടെ ഈ ഒരു ആപ്പിഫൈന്ന് വരുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൈറ്റിൽ യു ആർ എൽ അങ്ങനെ ഒരുപാട് ക്വയറീസിൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോന്നിൻ്റെ ടൈറ്റിൽ URL ഡിസ്ക്രിപ്ഷൻ അങ്ങനെ ഇത് ഒരു അൺസ്ട്രക്ചേർഡ് ഡാറ്റയാണ്. ഇത് എല്ലാം കൂടെ നമുക്ക് മാപ്പ് ചെയ്യൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മാപ്പ് ചെയ്യാം. പക്ഷേ കൺഫ്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടും ഒന്നും കൂടി ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ടും ഇതൊരു കസ്റ്റം ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ ഔട്ട്പുട്ടും ഇതേ ഒരു രീതിയിൽ കിട്ടും. അതായത് നെയിം, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, പ്രൊഫൈൽ, URL ഇത് നമ്മളിവിടെ മെൻഷൻ ചെയ്തതാണ്. അതായത് ഇത് ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ JSON എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മളിവിടെ ഓരോന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് നമ്മുടെ എയർ ടേബിൾ ഷീറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഞാൻ ബേസിക്കായിട്ടൊരു ഒരു ടൈറ്റിൽ, യൂസർ നെയിം, ഇൻസ്റ്റാഗ്രാം URL, ഡിസ്ക്രിപ്ഷൻ, നമ്പർ ഓഫ് ഫോളോവേഴ്സ് ഇങ്ങനെ കുറച്ച് കോളംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും മാനുവലായിട്ട് മാപ്പ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡേറ്റ കിട്ടുന്നത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഈ ഒരു എയർ ടേബിൾ കളക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഷീറ്റ്സ് കണക്ട് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് എയർ ടേബിൾ കുറച്ചും കൂടി ഫങ്ഷനാലിറ്റി ഉള്ളൊരു ഷീറ്റ് മാനേജ്മെൻറ്റ് ടൂൾ ആയതുകൊണ്ട് അത് യൂസ് ചെയ്യണമെന്നുള്ളൂ. ഈ എയർ ടേബിൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഷീറ്റ്സിനെ കാട്ടി. പക്ഷേ ഇതുപോലത്തെ ബേസിക് സാധനങ്ങൾക്ക് നമുക്ക് ഷീറ്റ്സ് മതി. ഓക്കെ, അപ്പോൾ ഈ കോഡ് എവിടെ നിന്നാണ് കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ആക്ടറിൻ്റെ JSON ഇത് നമ്മൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ കോപ്പി എന്ന് കണ്ടോ, അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് GPT-യിലോ ജെമിനയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അതായത് എനിക്ക് ഇന്ന രീതിയിലുള്ളൊരു ഔട്ട്പുട്ടാണ് വേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കിട്ടും. അത് ചിലപ്പോൾ എറർ ആവും, പക്ഷേ ഒരു 80-90%
കേസസിലും അത് സാധാരണ ഫങ്ഷൻ ആവലുണ്ട്. കാരണം ഇപ്പോഴത്തെ എല്ലാ LLM മോഡൽസും കോഡിങ്ങിൽ അത്യാവശ്യം ഫങ്ഷനാലിറ്റി കൂടിയ LLMs ആണ്. കാരണം അവരിപ്പോൾ പെർഫെക്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള ഒരു കോഡ് ഫങ്ഷനാലിറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എയർ ടേബിൾ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരുപാട് ട്യൂട്ടോറിയൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എയർ ടേബിളിൽ പോയിട്ട് സെറ്റിങ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു API അവൈലബിൾ ആയിരിക്കും. എവിടെയാണെന്ന് ഓർമ്മയില്ല, നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വർക്ക് ഫ്ലോ. അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം സ്ക്രേപ്പറാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതേപോലത്തെ ലീഡ്സ് സ്ക്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ എന്ത് വേണമെങ്കിലും സ്ക്രേപ്പ് ചെയ്യാം ഈ ഒരു ആപ്പിഫൈ സ്റ്റോർ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ഡ്രൈവിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കയറി ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ കിട്ടും. ഇവിടെ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഈ ഒരു എയർ ടേബിൾ API കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ എയർ ടേബിൾ മാറ്റി ഷീറ്റ്സിലോട്ട് ആക്കിയാലും മതി. മാനുവലായിട്ട് ഇതേപോലെ മാപ്പ് ചെയ്താൽ മതി. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ടൈറ്റിൽ ഏതാണ്, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഏതാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് വലിച്ചിട്ടാൽ മതി. ഈ ഒരു മുന്നത്തെ നോട്ട്സ് റൺ ചെയ്തിട്ട് വലിച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ ആപ്പിഫൈൻ്റെ കീയും കൂടെ കണക്ട് ചെയ്യണം. ഈ രണ്ടും ചെയ്താൽ നമുക്ക് ഒരു വർക്ക് ഫ്ലോ നിങ്ങൾക്കും റൺ ചെയ്യാൻ പറ്റും നിങ്ങളുടെ N8Nൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് വേറെ ഒന്നും കൂടെ നോക്കാം. നമ്മളിതൊന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണമെന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ദുബായ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിഫൈ റണ്ണിങ് ആണ്. ഇത് കുറച്ച് ടൈം എടുക്കുള്ളൂ, ഒരു ഇത്തിരി ടൈം എടുക്കുള്ളൂ, കാരണം ഇതൊരു ചെറിയ ക്വയറി ആയതുകൊണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു വെയിറ്റ് നോട്ട് റൺ ആവും 10 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഡ് നോട്ടിലേക്ക് പോയിട്ട് അവിടെ നമ്മുടെ ഡാറ്റ കറക്റ്റ് പാസ്സായിട്ട് നമ്മുടെ ഒരു എയർ ടേബിൾ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഇതൊന്ന് റൺ ആയിക്കോട്ടെ. ഓക്കെ, നമ്മൾക്ക് 9 ഐറ്റംസ് അവിടെ നിന്ന് ഫെച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാസ്റ്റേഴ്സ്, ദുബായ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആ ഒരു ക്വയറിക്ക് അനുസരിച്ചാണ്. പക്ഷേ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ലീഡ് സ്ക്രേപ്പിങ്ങിന് നമ്മൾ മാനുവലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ഈ ഒരു വർക്ക് ഫ്ലോ റൺ ചെയ്താൽ കിട്ടും. കാരണം ഇത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് അവരുടെ പ്രൊഫൈൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഡേറ്റ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പുൾ ചെയ്യും. അപ്പോൾ കണ്ടോ, നമുക്ക് ഒരുപാട് ലീഡ്സ് കിട്ടി ഇതേപോലെ ദുബായ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആപ്പിഫൈ ഡേറ്റയിൽ പോയിട്ട് നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരുപാട് പേജസ്, ഇതിപ്പോൾ ഞാനിവിടെ ഒരു പേജേ കൊടുത്തിട്ടുള്ളൂ, ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു 3 പേജ് 5 പേജ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ആ ആക്ടറിൻ്റെ ഇത് കൂടുന്നുള്ളൂ, അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി എത്ര എമൗണ്ട് ഡോളർ കൂടുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പെർ പേജ് എത്ര റിസൾട്ട്സ് ആണ് വേണ്ടത് എന്നുള്ളത് അതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് റിസൾട്ട്സ് എടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 10-9 റിസൾട്ട്സേ ഒരു റണ്ണിൽ വരുന്നുള്ളൂ. പക്ഷേ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാറ്റിയാൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് വർക്ക് ഫ്ലോ ഉണ്ടാക്കാൻ നമുക്കൊരു 2-3 മിനിറ്റ് മതി. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ എത്ര ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്നറിയില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ സെറ്റ് ചെയ്ത് തരാം പേഴ്സണലി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഒരു ഇതേപോലത്തെ ഒരു ലീഡ് സിസ്റ്റം യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ നമുക്കൊന്നും വേണ്ട, നമുക്കൊരു ആപ്പിഫൈ ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. പിന്നെ N8N നമുക്ക് വേണമെങ്കിൽ 14 days വരെ ഫ്രീ ആയിട്ട് ട്രയൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം ലീഡ്സ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ലീഡ്സ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റും.
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ആ ഒരു സിമ്പിൾ വർക്ക് ഫ്ലോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് താഴെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് റൺ ചെയ്ത് നോക്കുക, എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആ ഒരു ആപ്പിഫൈ സ്റ്റോറിൽ പോയിട്ട് ഒരുപാട് സ്ക്രേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടുത്തെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് വേറെ യൂസ് കേസിന് വേണമെങ്കിലും നിങ്ങൾ കസ്റ്റമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ട്രയൽ ഫെയിലായി പോയാൽ നമുക്ക് ജസ്റ്റ് ട്യൂട്ടോറിയൽസ് കണ്ടിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ആ ഒരു വർക്ക് ഫ്ലോ റണ്ണായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. അതായത് ഒരുപാട് വർക്കിംഗ് അവേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.